അതായത് ഇപ്പൊ ഈ കഴിഞ്ഞ കുറെ നാളായിട്ട് ഭൂട്ടാനിൽ നിന്നും പല സ്ഥലങ്ങളിലായിട്ടും കുറെ ആൾക്കാർ സ്മഗിൾ ചെയ്ത് വണ്ടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിൽ പെടുന്ന വണ്ടികളാണോ എന്റെ കയ്യിൽ ഇപ്പൊ ഉള്ളതെന്ന് അറിയാനാണ് ഇന്ന് രാവിലെ മുതൽ അവർ റെയ്ഡ് ചെയ്തത്. അപ്പോൾ വണ്ടി വന്നു, വണ്ടിയുടെ ഇപ്പൊ എന്റെ വണ്ടി എന്റെ അവകാശം, അതായത് എന്റെ ഓണർഷിപ്പിൽ തന്നെ ഇരുന്നിട്ട് ഇപ്പൊ 5 വർഷത്തിന് മുകളിലായി. അപ്പോൾ അതിന്റെ 1999 ആ വണ്ടി രജിസ്റ്റർ ചെയ്തത്. പക്ഷെ അവർക്ക് ആ ഡോക്യുമെന്റ്സ് എല്ലാം ഇപ്പൊ ഓൺലൈനിൽ MVD വന്ന് ഇവിടെ അതിന്റെ ഷാസി നമ്പറും എഞ്ചിൻ നമ്പറൊക്കെ എന്തെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്താണോ അല്ലെങ്കിൽ അത് ജെനുവിൻ ആണോ എന്ന് രജിസ്റ്റർ ചെയ്തെല്ലാം ചെക്ക് ചെയ്തിട്ട് അവർ പോയി. ഇനിയിപ്പോൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒറിജിനൽ ഡോക്യുമെന്റ്സ്, അതായത് 99 ഇത് രജിസ്റ്റർ ചെയ്ത സമയത്ത് കൊടുത്ത ഡോക്യുമെന്റ്സിന്റെ ഒക്കെ എന്തെങ്കിലും പ്രൂഫായിട്ട് അവർക്ക് ഒറിജിനൽസ് ഞാൻ എത്തിച്ചു കൊടുക്കണം. അത് നമ്മളുടെ ഡ്യൂട്ടിയാണ്. ഇത് ഈ പറഞ്ഞ സ്മഗിൾഡ് ആയിട്ടുള്ള വണ്ടി അല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട്. പക്ഷെ അവർ ചെയ്തത് അവർക്ക് ഈ വണ്ടികളെല്ലാം ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓർഡർ ഉണ്ടായിരുന്നു മോളിൽ നിന്ന്. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നു. സ്റ്റേറ്റ്മെന്റ്സും അതിന്റെ പ്രൊസീജിയർ ഇത്രയും നേരം നടന്നതല്ല. ഇതെല്ലാം ഇപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നോക്കിയാൽ ഒരു 6-8 വർഷമായിട്ട് ഉള്ളതാണ്. പിന്നെ ഇതിൽ ഈ ഒരു വണ്ടി എന്റെ ഫ്രണ്ടിന്റെ വണ്ടിയായിരുന്നു. അപ്പൊ പുള്ളി ഡോക്യുമെന്റ്സ് ആയിട്ട് അവിടെ ചെല്ലണം. അവരിപ്പോ കൊണ്ടുപോകുന്നത് ഈ എന്റെ ഫ്രണ്ടിന്റെ ഒരു വണ്ടിയുണ്ട്, ആ ലക്സസ്. പിന്നെ ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന വാഹനവും അവിടെ കൊണ്ടുപോകും. എന്നിട്ട് ഞാൻ ഒറിജിനൽ ഡോക്യുമെന്റ്സും ബാക്കിയെല്ലാം കൊടുത്തതിന് ശേഷം മാത്രമേ എനിക്ക് അവർ വിട്ടുതരുള്ളൂ. 99 മോഡൽ വാഹനമാണ്. അല്ല, ഞാൻ 5 വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിന് മുമ്പ് 1999 ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത വാഹനമാണ്. അപ്പൊ അത് വന്ന് അത് മധ്യപ്രദേശിൽ നിന്ന് വാങ്ങിച്ചാണ്. അപ്പൊ അത് ഒറിജിനൽ ആണോ പറഞ്ഞതെന്ന് അറിയാൻ MVD വന്ന് എല്ലാ വണ്ടിയും ചെക്ക് ചെയ്തു. ചില സാധാരണ ഈ ഷാസി നമ്പറൊക്കെ കൊത്തേക്കെ ചെയ്യും. പക്ഷെ അത് അല്ല എന്നുള്ളത് അവർ വന്ന് സർട്ടിഫൈ ചെയ്തിട്ട് ഇവിടുന്ന് പോവുകയും ചെയ്തു. അല്ല, അത് കൊണ്ടുപോകുന്നില്ല. ഇല്ല, അത് ഇന്ത്യൻ ഇൻവോയ്സ് വണ്ടിയാണ്. അതായത് ഈ വാഹനങ്ങളൊന്നും ഇപ്പൊ എന്റെ കയ്യിലുള്ള 105 സീരീസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവേ ഇവിടെ ഉള്ളൂ. ഇതൊക്കെ പണ്ട് 1999 റഷ്യൻ എംബസിയുടെ ആയിട്ട് വന്ന് അവിടെ നിന്ന് ലേലമൊക്കെ എടുത്ത് വന്ന വണ്ടിയാണ്. അപ്പൊ ആ വാഹനങ്ങളൊന്നും ഇവിടെ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നൊന്നുമല്ല. എല്ലാം അവിടെ തന്നെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള വണ്ടികളും കുറച്ചേ ഉള്ളൂ വാഹനം. അത് അതെ, അത് കൊടുത്തിട്ടാണ് ഈ പറയുന്ന 99 ഈ വണ്ടി രജിസ്റ്റർ ആയത്. പക്ഷെ ഇനി നമുക്ക് ഈ ഡോക്യുമെന്റ് കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ തരില്ല. കാര്യം അത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അന്നത്തെ കാലത്ത് അവർ സബ്മിറ്റ് ചെയ്തതാണ്. അപ്പൊ നമുക്ക് ഇനി വേണമെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ 7-8 ഓണർ കഴിഞ്ഞിട്ടുള്ള ആളാണ്. ഞാൻ ഇനി ആ കാലത്ത് അവർ സബ്മിറ്റ് ചെയ്ത് വിവരാവകാശ കമ്മീഷനിൽ പോയി കൊടുത്ത് അതിന്റെ ഡോക്യുമെന്റ് ഇതിൽ ഒപ്പിക്കണം. അതിപ്പോ എന്റെ തലവേദനയാണ്. നമ്മുടെ RC ബുക്ക് ഉണ്ടാവുള്ളൂ. നമ്മൾ അവസാനം വാങ്ങിക്കുമ്പോൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള RC ബുക്ക്, ഇൻഷുറൻസ് കാര്യം. പക്ഷെ എന്റെ കയ്യിൽ 2014, 15, 13 മുതൽ രജിസ്ട്രേഷൻ ചെയ്തതിന്റെ എല്ലാം ഓരോരുത്തർ വാഹന അതിന്റെ റഷ്യൻ എംബസി ആയിരുന്നു ഫസ്റ്റ് ഓണർ. ഞാൻ അവരുടെ നിന്നല്ല, ഞാൻ മഞ്ജുനാഥ് ഡൂക്ലെ എന്ന് പറയുന്ന ആളുടെ അടുത്ത് നിന്ന് ഗോവയിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ അല്ല, പുള്ളിയുടെ കയ്യിൽ നിന്ന് തന്നെ ആണ് ഞാൻ വണ്ടി വാങ്ങിയതും. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഫ്രീക്വൻ്റ്ലി, ഇപ്പോൾ ഉള്ളാരും പറയല്ലോ, ഫ്രീക്വൻ്റ്ലി ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുന്ന ആളാണ്. KL വണ്ടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അവിടെ നിന്ന് പിടിച്ച് ഇടിയിട്ടും. പിന്നെ ഇപ്പോൾ അതർ വണ്ടിയാണെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ കോലങ്ങൾ ആരും മൈൻഡ് പോലും പോലീസുകാർ ചെയ്യാറില്ല. മധ്യപ്രദേശ് തന്നെയായിരുന്നു. ഇപ്പം ഞാൻ എപ്പോഴും ഇപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാം നോക്കി അറിയാം, ഓൾമോസ്റ്റ് എല്ലാ മാസവും എന്ന് പറഞ്ഞ് ട്രിപ്പ് പോകുന്ന ആളാണ്. അപ്പോൾ ഈ KL വണ്ടി, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനും ഇവിടെ ഒരു സ്വരൂപ് എന്ന് പറഞ്ഞ പയ്യനായിട്ട് പോയപ്പോൾ നമ്മുടെ വണ്ടി മാത്രം ആരും പിടിക്കില്ല. നേരെ മറിച്ച് KL വണ്ടി കണ്ടു കഴിഞ്ഞാൽ അപ്പം പിടിച്ച് ചെക്കിങ്ങും കാര്യങ്ങളുമാണ്. അപ്പോൾ ആ ഒരു കൺവീനിയൻസ് കൊണ്ടാണ്, അതായത് ഞാൻ വണ്ടിക്കകത്ത് തന്നെ കിടന്ന് ഉറങ്ങുന്ന ഒരാളാണ്. അപ്പോൾ KL വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഇത്തിരി അഭ്യാസം കൂടുതലാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും കേരളത്തിൽ പുറത്തു പോയ ആൾക്കാരാണെങ്കിൽ അറിയാം.